എല്ലാ കൂട്ടുകാർക്കും വെക്സ് ആൻഡ് ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് നോക്കിക്കളയാം ഈ ആഴ്ചയിൽ എന്തൊക്കെ പുതിയ ന്യൂസും അപ്ഡേറ്റ്സും ഒക്കെയാണ് നമുക്ക് ഹോളിവുഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം തന്നെ എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടൈമൊന്നും ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. സോ നമുക്ക് ആദ്യം തന്നെ സ്നൈഡറിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. കാരണം റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിൻ്റെ കൂടെ ചേർന്നിട്ട് സ്നൈഡർ റെബൽ മൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് ആ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്തായിരുന്നു, ഈ സിനിമ ഇപ്പോൾ ഒരിക്കലും കാണരുത്. കാരണം എന്ന് പറഞ്ഞാൽ സിനിമ ഇറക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡയറക്ടേഴ്സ് കട്ട് വരും. കാരണം ഡയറക്ടേഴ്സ് കട്ടിനകത്ത് നമ്മൾ ഇതുവരെ കാണാത്ത 1 മണിക്കൂർ ലെങ്ത്തുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ആൻഡ് ഫൈനലി നമുക്ക് അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സാക്ക് സ്നൈഡറിൻ്റെ ഈ ഒരു ഡയറക്ടേഴ്സ് കട്ട് റെബൽ മൂണിൻ്റെ ജൂലൈയോടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് സ്നൈഡർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി സെക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. അതുകൂടാതെ തന്നെ വയലൻസും പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ ക്രാഫ്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്നാണ് സ്നൈഡർ പറയുന്നത്. സോ അപ്പോൾ നേരത്തെ റെബൽ മൂൺ കണ്ട ആൾക്കാരൊക്കെ മണ്ടന്മാർ അല്ലേ? ഇതുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ അന്ന് ആ ഒരു റിവ്യൂ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാമെന്ന് തന്നെയാണ് നമ്മുടെ റെബൽ മൂണിൻ്റെ റിവ്യൂ. സോ നിങ്ങൾ ആരൊക്കെ രണ്ടാമത് പോയി റെബൽ മൂൺ കാണാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ജൂലൈയിലായിരിക്കും ഫിലിം റിലീസ് ചെയ്യാൻ പോകുന്നത് തന്നെ. ഇനി നമുക്ക് നേരെ വേറെ കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ക്രോയിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പടം അൺഫോർച്ചുനേറ്റ്ലി അവരെന്താണ് ഡിലേ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പറയുമ്പോൾ തന്നെ നൗ യു സീ മീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീരീസിൻ്റെ 3ാം ഭാഗം നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. ആൻഡ് അതവരെന്താണെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഫിലിമിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് എന്താണെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഹെൻറി കാവിലിൻ്റെ ഏറ്റവും പുതിയ പടമായിട്ടുള്ള ഹൈലാൻഡറിൻ്റെ വിശേഷങ്ങളിലേക്ക് നോക്കിയാൽ അവരെന്താണെങ്കിലും പടം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന മറ്റാരുമല്ല ജോൺ വിക്കിൻ്റെ ഡയറക്ടറായിട്ടുള്ള ചാഡ് സദസ്കി തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും ആക്ഷൻ്റെ കാര്യത്തിനകത്ത് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം നിങ്ങളോട് പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഹെൻറി കാവിൽ ഒരു കിഡിലനായിട്ടുള്ളൊരു ആക്ഷൻ ഹീറോ കൂടി തന്നെയാണ്. സോ ഇവർ രണ്ടുപേരും കൂടി ഒന്ന് ചെയ്യുന്ന എന്തൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്നുള്ളൊരു കാര്യം കാണാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ ഹൊറർ ഫിലിം സീരീസ് ആയിട്ടുള്ള സ്മൈലിൻ്റെ സീക്വൽ സ്മൈൽ 2 അവരെന്താണെങ്കിലും അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്മൈൽ 1 അത്യാവശ്യം നല്ല സിനിമയായിട്ടാണ് എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് നമുക്ക് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് നമുക്ക് സിനിമയെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ ബോയ്സിൻ്റെ സീസൺ 4 വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. യെസ്, അതിൻ്റെ ക്രിയേറ്റർ ആയിട്ടുള്ള എറിക് ക്രിപ്കിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീരീസ് അവർ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെ. പക്ഷേ എന്തുകൊണ്ട് എന്താണെങ്കിലും ആ ഒരു സീസൺ 4 ഇപ്പോൾ റിലീസ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോൺ പ്രൈം സ്റ്റുഡിയോസിന് അവർക്ക് സത്യം പറഞ്ഞാൽ പല ലാംഗ്വേജിൽ ഡബ് ചെയ്യണമെന്ന് അവർക്ക് താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ആക്ച്വലി ഡിലേ ആയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം റീസെൻ്റ്ലി അവർ ഇറങ്ങിയിട്ടുള്ള സീരീസ് ആയിട്ടുള്ള ഫോളോ ഔട്ട് ആണെങ്കിൽ തന്നെ അത് നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസിനകത്ത് നമുക്ക് അവൈലബിൾ തന്നെയാണ്. നമ്മൾ സീരീസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. അത്യാവശ്യം അടുത്തിടെ ആമസോൺ ബോയ്സ് അല്ലാതെ ചെയ്തിട്ടുള്ളതിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സീരീസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫോളോ ഔട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് സോ ബോയ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അത് ആക്ച്വലി സീരീസ് എന്താണെങ്കിലും അവർ ഇപ്പോൾ ഡിലേ ചെയ്തിട്ടുള്ളത്. പക്ഷേ ജൂണിലായിരിക്കും നമുക്ക് എന്താണെങ്കിൽ സീസൺ 4 പ്രീമിയർ ചെയ്യാൻ പോകുന്നത് തന്നെ. ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം സീസൺ 3 1 കിടിലൻ തന്നെയായിരുന്നു. സോ ഇതാണ് നമുക്ക് ബോയ്സിനെ കുറിച്ചിട്ടുള്ള ഇപ്പോൾ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ നേരെ മാർവലിലേക്ക് നമ്മൾ നോക്കിയിട്ട് നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ് X-Men 94 അവർ ആ ഒരു സീരീസ് റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഇപ്പോൾ കറൻ്റ് അത് നല്ല കിഡിലനായിട്ട് തന്നെ ഓൺ ഗോയിങ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഫാൻസിന് എല്ലാവർക്കും ആ ഒരു ആനിമേറ്റഡ് സീരീസ് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാർവൽ ഇപ്പോൾ ഒരു പുതിയൊരു സ്ട്രാറ്റജി ചെയ്തതല്ലോ എന്ന് അവരെന്താണെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആനിമേറ്റഡ് സീരീസ് ഇപ്പോൾ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലായിട്ട് DC മറ്റൊരു ആനിമേറ്റഡ് സിനിമ ചെയ്യുന്നത് പോലെ അവരൊരു ആനിമേറ്റഡ് സിനിമ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്ലാനിങ്ങിൽ തന്നെ നിൽക്കുക തന്നെയാണെന്നാണ് നമുക്കിപ്പോൾ മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. നിങ്ങൾ അത്ര ഒരു പുതിയ X-Men 97 ആ ഒരു പുതിയ സീരീസ് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഇനി അത് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ ഗോഡ്സില്ലയുടെ ഈ അടുത്തിടെ ഓസ്കർ കിട്ടിയിട്ടുള്ള സിനിമയെക്കുറിച്ചായിട്ട് നമുക്ക് സംസാരിക്കാം. യെസ്, നമുക്ക് ആർക്കും കാണാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്ന സിനിമയായിരുന്നു ഗോഡ്സില്ല -1. ആൻഡ് നമുക്ക് വലിയൊരു ന്യൂസ് ആ ഒരു സിനിമയെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മെയ്യിൽ പടം ആമസോൺ പ്രൈമിൽ അവർ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സന്തോഷിക്കാൻ വരട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെല്ലാം റിലീസ് ചെയ്യാൻ പോണേ, ജപ്പാനിലാണ് അവർ റിലീസ് ചെയ്യാൻ പോണതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പക്ഷെ എന്നാലും നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്, നല്ല പ്രിൻ്റ് എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും. അത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ
അതെന്താണെങ്കിലും നമുക്ക് മെയിൽ നമുക്ക് -1 കാണാൻ കഴിയുമെന്നുള്ളൊരു കാര്യത്തിൽ എന്താണെങ്കിലും നമുക്കൊരു ഉറപ്പിപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ഞാനും എക്സൈറ്റഡ് ആണ്. സോ ഇനി നമുക്ക് സോണി പിക്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം റീസെന്റ് സോണി നമ്മൾ നോക്കിയ സ്പൈഡർ വേഴ്സ് ദുരന്തമാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമി സീരീസിൽ ഒന്നായിട്ടുള്ള വൺ പഞ്ച് മാൻ്റെ ഒരു ലൈവ് അഡാപ്റ്റേഷൻ സിനിമ സോണി ഇറക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ്. കൂടുതൽ കമൻറ്റ്സ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല, നിങ്ങൾക്ക് തന്നെ പറയാവുന്നത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ. കാരണം അവർ എന്ത് തേങ്ങാക്കൊലെങ്കിലും കാണിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് നേരെ ഡെയർ ഡെവിൽ ബോൺ അഗൈനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നോക്കാം. കാരണം നമുക്ക് ആ ഒരു സീരീസിനെ കുറിച്ച് വേറെ കുറേ പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് അതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന തന്നെയാണ്, നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന മിക്ക കാസ്റ്റുകളെയും അവർ സത്യം പറഞ്ഞാൽ ഡിസ്നിയുടെ ഈ ഒരു ഇതിനകത്തേക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേ സെയിം കാസ്റ്റിനെ തന്നെയാണെന്നുള്ളൊരു കാര്യം. പക്ഷെ എന്നിരുന്നാലും അല്ലറ ചില്ലറ ആൾക്കാരെ അവർ റീകാസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അതിനകത്ത് എടുത്ത് പറയേണ്ട തന്നെ വിൽസൺ ഫിസ്കിൻ്റെ വൈഫിനെ നമ്മൾ നെറ്റ്ഫ്ലിക്സിനകത്ത് കണ്ട അതേ ആക്ട്രസ് ആയിരിക്കില്ല പ്ലേ ചെയ്യണമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് വേറെയും കുറേ സപ്പോർട്ടിങ് ആക്ടേഴ്സിനെയും ആക്ട്രസസിനെയും അവർ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ മേജർലി നമ്മൾ നേരത്തെ എന്താണോ നെറ്റ്ഫ്ലിക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും ബോൺ അഗൈനിൽ ലഭിക്കുന്നതെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഇനി നമുക്ക് പണിഷറിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം പണിഷർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ അവർ ക്യാരക്ടറിനെ ചെയ്യാൻ വേണ്ടി വരില്ല MCU എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ആൻഡ് റീസെൻ്റ്ലി നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു പുള്ളി തിരിച്ച് വന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരന് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് വെച്ച് പണിഷറിൻ്റെ ജസ്റ്റിസ് കൊടുക്കും എന്ന് പുള്ളിക്കാരൻ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെയാണ് തിരിച്ച് ആ ഒരു റോള് റിപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്നിയിലേക്ക് വന്നതെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ് പനിഷറിനെ നമുക്ക് പുതിയ ഡെയർ ഡെവിളിൻ്റെ സീരീസിൽ കാണാൻ വേണ്ടി തന്നെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. എന്ത് തേങ്ങാക്കൊലയെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ആ ഒരു ഷീ ഹൽക്കിനെ ഒന്നും വിളിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നേക്കരുതെന്ന് മാത്രമേ എനിക്ക് സത്യം തന്നെ എനിക്ക് ഡിസ്നിയോട് എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. ഇനി അത് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ DC പോകാം. ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാനെ അല്ല സൂപ്പർമാനെ കുറിച്ചിട്ടുള്ള വേറെ കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ അവരെന്താണെങ്കിലും പുതിയതായിട്ട് സൂപ്പർമാൻ്റെ അച്ഛനെ അവർ കാസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ള പീസ് മേക്കറിൻ്റെ സീസൺ 2 കുറിച്ച് തന്നെയാണ്. കാരണം റീസെൻ്റ്ലി ജെയിംസ് ഗൺ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സൂപ്പർമാൻ ലെഗസി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരൻ പീസ് മേക്കറിനെ സീസൺ 2 പുള്ളിക്കാരൻ ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് സീസൺ 1 ക്യാനൻ അല്ല, ഇതാണ് ക്യാനൻ ആയിട്ടുള്ള സീരീസ്. സോ സീസൺ 1 നിങ്ങൾക്ക് ചുമ്മാ ഒരു ഫണ്ണായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ടൈം പാസ് ആയിട്ട് കാണാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം അതിൻ്റെ എൻഡിങ്ങിനകത്ത് അവർ ജസ്റ്റിസ് ലീഗ് വന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ. ഇനി കഴിഞ്ഞ ന്യൂസിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാം റാമി സ്പൈഡർമാൻ 4 ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ടോബി മെക്യോർ തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ ഓപ്പൺ ആണ്. സോണി അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുവാണെങ്കിൽ സാം റാമി ഓപ്പൺ തന്നെയാണ് പുതിയൊരു സ്പൈഡർമാൻ്റെ സിനിമ ചെയ്യാൻ വേണ്ടി എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് നമുക്ക് റീസെൻ്റ്ലി മറ്റൊരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സാം റാമി തന്നെ ആയിരിക്കും സ്പൈഡർമാൻ 4 ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിനകത്ത് ടോബി മെക്യോർ ആയിരിക്കില്ല, ടോം ഹോളൻഡ് ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെന്താ പെട്ടെന്ന് അവർ അങ്ങനെ ഒരു ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ടോം ഹോളൻഡിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസി ഡയറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ജോൺ വാട്സ് തന്നെയായിരുന്നു. സോ പെട്ടെന്ന് സാം റാമിലേക്ക് വേറെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മളൊരു സക്സസ്ഫുൾ സ്പൈഡർമാൻ്റെ ട്രിയോളജിയിലേക്ക് നമ്മൾ നോക്കിയാൽ വേറെ ഒരു ഹീറോസിനെയും കൊണ്ടുവരാൻ ചെയ്തിട്ടുള്ളത് അത് സാം റാമിയുടെ ആ ഒരു ട്രിയോളജി തന്നെയാണ്. ടോം ഹോളൻഡിൻ്റെ നമുക്കറിയാം നോവേ ഹോം ഹിറ്റ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ അതൊരു മൾട്ടി സ്റ്റാർ ഫിലിം തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ സോണി പിക്ചേഴ്സ് ഇപ്പോഴും സാം റാമിയെ നല്ല രീതിയിൽ തന്നെ ട്രസ്റ്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് സ്പൈഡർമാൻ 4 ടോം ഹോളൻഡിനെ വെച്ചിട്ട് സാം റാമി ആ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ സ്പൈഡർമാൻ്റെ ന്യൂസ് അപ്ഡേറ്റ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇനി നമുക്ക് നേരെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് കടക്കാം. അതിനകത്ത് ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഷോൺ ലെവേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇത് ഡെഡ്പൂൾ 2 സീക്വൽ മാത്രമല്ല എന്നുള്ളൊരു കാര്യം തന്നെ. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും പിന്നെ ഇത് എന്ത് തേങ്ങയാണ്. കാരണം പുള്ളി പറഞ്ഞു വരുന്നത് ഇത് തികച്ചൊരു ഡെഡ്പൂൾ 3 മാത്രം നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് സത്യം പറഞ്ഞാൽ ഡെഡ്പൂളിൻ്റെ കഥയുമാണ്, അതുകൂടാതെ തന്നെ വൂൾവറിൻ്റെ കഥയുമാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഷോൺ ലെവേ പറയുന്നത് തന്നെ. അതായത് എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 ക്യാരക്ടറിനെയും അവർ പ്രോപ്പറായിട്ട് MCUയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫിലിമിൽ കൂടി തന്നെയാണ്. സോ നമുക്ക് ഇവരുടെ 2 പേരുടെ സിനിമയായിട്ട് തന്നെ നമുക്ക് കൂട്ടാം. അതുകൊണ്ട് തന്നെയാണ് അവർ സിനിമയുടെ പേര് ഡെഡ്പൂൾ 3 എന്ന് ഇടാതെ
ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്നുള്ള രീതിയിൽ ഇട്ടേ എന്നുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഭാഗത്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്, പടത്തിനകത്ത് കുറേ കമിയോസിൻ്റെ റൂമേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കേട്ടിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് നമുക്ക് റീസെൻ്റ്ലി മറ്റൊരു വലിയൊരു റൂമർ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ എക്സ്മെൻ ഫ്രാഞ്ചൈസിക്കകത്ത് ഫീനിക്സിനെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം ആക്ട്രസ് തന്നെ ഇതിനകത്ത് കമിയോ ആയിട്ട് വരും, ഫീനിക്സിൻ്റെ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് പുള്ളിക്കാരിയോട് കുറേ ആൾക്കാർ ചോദിച്ചപ്പോഴും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കറിയില്ല, ഞാൻ ഈ ഒരു സിനിമയ്ക്കകത്തില്ല, എന്നോട് ആരും വന്ന് ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അതാണ് കമിയോയെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം. അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെഡ്പൂളിൻ്റെ റൺ ടൈം അവർ എന്താ പറയുക ചിലപ്പോൾ കൂട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അതിനെക്കുറിച്ച് കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം പ്രോപ്പർ ഒരു റൺ ടൈം നമുക്ക് ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ റീഷൂട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. സിനിമയുടെ റീഷൂട്ടല്ല, കമിയോസിൻ്റെയും പോസ്റ്ററി സീൻ്റെയും റീഷൂട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും ഇപ്പോഴത്തെ ന്യൂസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പടത്തിൻ്റെ റൺ ടൈം ഇനിയും കൂടാം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സോ ഒരു ഒഫീഷ്യലായിട്ടൊരു റൺ ടൈം നമുക്ക് ലഭിച്ചിട്ടില്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ആരൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കമിയോ ആയിട്ട് കാണാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. സോ ഇതെല്ലാം തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ആഴ്ചയിട്ടുള്ള ന്യൂസിനെ കുറിച്ചും അപ്ഡേറ്റ്സിനെ കുറിച്ചും ഹോളിവുഡിൽ സംഭവിക്കുന്ന വിശേഷങ്ങളെല്ലാം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇതിനകത്ത് ഏതൊരു സിനിമയ്ക്ക് അല്ലെങ്കിൽ സീരീസ് അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.